വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എനിക്ക് ബജ്ജി കഴിക്കാനൊരു പൂതി. അങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, ഏത്തക്ക ഇരിപ്പുണ്ട്, നിനക്ക് പഴംപൊരി വേണോ അതോ ബജ്ജി വേണോ? ഞാൻ പറഞ്ഞു എന്തായാലും മതി, ചായയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ ഞങ്ങളങ്ങനെ പഴംപൊരി ഉണ്ടാക്കി, അതായത് നമ്മുടെ ഏത്തക്കപ്പം. പക്ഷേ ഫസ്റ്റ് തന്നെ പാളിപ്പോയി. എന്താണ് പ്രശ്നമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ആദ്യം ഞങ്ങൾ വിചാരിച്ചത് തീ കൂടി കിടന്നതുകൊണ്ടാണെന്ന്. അങ്ങനെ ഞങ്ങൾ തീ കുറച്ചിട്ടിട്ട് രണ്ടാമത് ഇട്ട് നോക്കിയിട്ട് രണ്ടാമത്തേൻ്റെ അവസ്ഥയും ഇത് തന്നെയായിരുന്നു. മാവിൻ്റെ പ്രശ്നമാണോ എണ്ണയുടെ പ്രശ്നമാണോ എന്നൊക്കെ അങ്ങ് ഡൗട്ടായിരുന്നു. പക്ഷേ മാവിൻ്റെ പ്രശ്നമാണെന്ന് പിന്നെയാണ് മനസ്സിലായത് കേട്ടോ. കാരണം എന്തുകൊണ്ടാണെന്നൊക്കെ ഇങ്ങനെ ഞങ്ങൾ തല പോകഞ്ഞ് ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല. നമ്മൾ ഇടുന്നതെല്ലാം അങ്ങനെ തന്നെയായിരുന്നു. അവസാനം ഞാൻ ഗതികിട്ട് ഞാൻ സങ്കടം വന്നു, ഞാൻ അവിടെ നിന്ന് വന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ പിന്നെ കാബജി ഉണ്ടാക്കി തന്നു. കടലമാവില്ലായിരുന്നു, അതുകൊണ്ട് ഗോതമ്പ് പൊടിക്കകത്താട്ടോ ഉണ്ടാക്കിയത്. അത് പക്ഷെ നല്ലപോലെ വരികയും ചെയ്തു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഏത്തയ്ക്കപ്പത്തിന് എന്താ സംഭവിച്ചതെന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഇടുമ്പം തന്നെ ചുമന്ന് ഇങ്ങനെ വരികയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് അതിൽ നിന്ന് പഴം വേറെ അതിൻ്റെ ആ ഒരു മാവ് വേറെയായിട്ട് ഇങ്ങനെ വരികയായിരുന്നു. എന്തൊക്കെയായാലും അത് ചീറ്റിപ്പോയി, പാളിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതാ ഞങ്ങൾ പിന്നെ ചായയൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ പിന്നെ മൂന്നുപേരും കൂടെ ഇരുന്ന് സിറ്റ് ഔട്ട് ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ ഞം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം നമ്മളിങ്ങനെ 4 മണിക്കൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ അതൊരു സുഖമാണല്ലോ. അങ്ങനെ എന്തായാലും അതൊക്കെ കഴിച്ചിങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഷാലു വരുന്ന കാര്യം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾക്ക് വേണ്ടുന്നത് ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവളെ നോക്കി ഇരുന്നിട്ടും അവളെ കാണാത്തതുകൊണ്ട് പിന്നെ ഞങ്ങൾ ചായ ഇട്ട് കുടിച്ചു. അവൾ വരുമ്പോൾ കുറച്ച് നല്ല രീതിയിൽ ലേറ്റ് ആവുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. ഞങ്ങൾ ചായ കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പം തന്നെ അവൾ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ ഞാൻ വരിക, അതാ ഇവിടെ എത്തി. പിന്നെ അവൾ വന്ന് കുറച്ച് നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നതിന് ശേഷം പിന്നീട് ഓരോ സാധനങ്ങളൊക്കെ പൊക്കിയെടുക്കാൻ തുടങ്ങി. കാരണം അവളുടെ കയ്യിൽ മമ്മി കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. കാച്ചിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം കേട്ടോ. അങ്ങനെ അതെന്തായാലും ഉണ്ടായിരുന്നു, അതിന് പുഴുക്കാക്കണം.